ഹലോ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു സായാഹ്നം നേരുകയാണ്. ഇന്നത്തെ പൊളിറ്റിക്കൽ മാസ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചർച്ച കൊല്ലം മണ്ഡലത്തിൽ കൊല്ലം കോർപ്പറേഷനിലാണ് എത്തി നിൽക്കുന്നത്. പൊളിറ്റിക്കൽ മാസ് ഇന്നിവിടെ ചേരുന്നത് വളരെ മനോഹരമായി ടൂറിസം വകുപ്പ് അണിയിച്ചൊരുക്കിയിട്ടുള്ള വി പാർക്കിൽ നിന്നാണ്. അപ്പോൾ ആ വി പാർക്കിലെ ഈ മനോഹരമായ സായാഹ്നത്തിൽ നമുക്കൊപ്പം 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ നേതാക്കൾ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് എത്തിയിരിക്കുന്നു. LDF-ൽ നിന്ന് ശ്രീ ചിന്താ ജെറോം, NDA-യിൽ നിന്ന് ശ്രീ ജിതിൻ ദേവ്, ഒപ്പം തന്നെ UDF-ൽ നിന്ന് ശ്രീ K ഹഫീസ് എന്നിവരും എനിക്കൊപ്പം കൊല്ലത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളും നമുക്കൊപ്പം ചേരുകയാണ്. UDF-ൽ നിന്നാണ് ശ്രീ K ഹഫീസ്. ആദ്യം ചിന്താ ജെറോമിലേക്കാണ്. ശ്രീ ചിന്താ ജെറോം, എന്തുകൊണ്ട് കൊല്ലത്തെ ജനം നിങ്ങൾക്ക് ഇനിയും വോട്ട് ചെയ്യണം? കഴിഞ്ഞ 25 വർഷത്തെ വികസന നേട്ടം കേരളത്തിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ LDF തുടരും, നാട് വളരും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ വി പാർക്ക് തന്നെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. മുമ്പ് ഇവിടെ ഉള്ളവർക്കറിയാം, സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. അതെല്ലാം മാറി ചെറുപ്പക്കാർക്കും വീട്ടമ്മമാർക്കും സഹോദരന്മാർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന, സൗഹൃദം പങ്കിടാൻ കഴിയുന്ന, നൈറ്റ് ലൈഫിൻ്റെ എല്ലാം ഒരു ഇടമായി ഈ വി പാർക്കിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് മുതലുള്ള ഇപ്പം കുരീപ്പുഴ ചണ്ടി ഡിപ്പോ ആയിരുന്നെങ്കിൽ അതിപ്പോൾ പൂങ്കാവനവും അതോടൊപ്പം IT പാർക്കായി മാറാൻ പോകുന്നു. കൊല്ലത്തങ്ങനെ വലിയ വികസനമാണ് ഓരോ മേഖലയ്ക്കകത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഓഷനേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു. ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയം ഇവിടെ കൊല്ലത്ത് വന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് വന്നിരിക്കുന്നു. അപ്പം കൊല്ലത്തിന് ചരിത്രാതീത കാലം മുതലേ ഉള്ളൊരു വലിയ വികസനമുണ്ട്, വലിയൊരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിനെ വളർത്തുന്ന വിധത്തിലുള്ള ഇപ്പം അഷ്ടമുടി കായലിൻ്റെ സംരക്ഷണം ഉൾപ്പെടെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതി, വിശപ്പ് രഹിത നഗരമായി ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പദ്ധതി, ഇതെല്ലാം ഈ കൊല്ലം കോർപ്പറേഷനിൽ LDF ആരംഭിച്ചിട്ടുള്ളതാണ്, തുടർന്ന് വരുന്നതാണ്. ആ ഒരു തുടർച്ച ഉറപ്പായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും LDF-ന് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ് മറുപടി പറയാനുള്ളത്? മുഖ്യ പ്രതിപക്ഷത്തെ UDF ആണ്, കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ എന്ത് ചെയ്യാനാകും LDF ചെയ്തതിനപ്പുറം? സംസാരിച്ചോളൂ. ഞാനിത് കേട്ടപ്പോൾ ചിന്താ ജെറോമിൻ്റെ മനസ്സിൽ തോന്നിയ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു എന്നുള്ളതല്ലാതെ, കൊല്ലം നഗരത്തിൽ താമസിക്കുന്നവരും കൊല്ലം പ്രദേശത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഈ പറയുന്നതിൻ്റെ വിഷയത്തെക്കുറിച്ച് തന്നിയ ബോധ്യമുണ്ടാകും. 25 ശരിക്കും പറഞ്ഞാൽ 4 നൂറ്റാണ്ട് മാത്രമല്ല, 3 ദശാബ്ദമാണ് കൊല്ലം നഗരം LDF ഭരിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് 5 വർഷത്തെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ. 2000 ആണ്ടിലാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന പദവി ലഭിച്ചത്. അതേ കാലയളവിൽ കിട്ടിയ 2 കോർപ്പറേഷനുണ്ട്, തൃശ്ശൂരുമുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരുമുണ്ട്. ആ നഗരങ്ങളുമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്ത് മാറ്റമാണ്. ഇപ്പോൾ ഈ വി പാർക്ക് മാത്രമാണ് പറയാൻ കഴിയുന്നത്. വി പാർക്കിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം, ഞാൻ പിന്നാലെ സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക സർക്കാർ എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക സർക്കാർ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അവർക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ്, മാലിന്യ സംസ്കരണത്തിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമാണ് ശരിക്കും പറഞ്ഞാൽ തെരുവ് വിളക്ക് പരിപാലനം. തെരുവ് വിളക്ക് പരിപാലനത്തെക്കുറിച്ച് വിടുന്ന് ഒരു 300 മീറ്റർ അപ്പുറത്തേക്ക് കടന്നു എന്ന നമ്മുടെ ചിന്നക്കട ഓവർബ്രിഡ്ജ്, ആ ഓവർബ്രിഡ്ജിൻ്റെ ദയനീയ അവസ്ഥ ഇപ്പോൾ ഏത് ദിവസങ്ങൾ ഹഫീസ് ഇത്തരം വിഷയങ്ങൾക്കെതിരെ വളരെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിന്ന് ശക്തമായ സമരം സംഘടിപ്പിച്ചിട്ടുണ്ടോ അങ്ങയുടെ പാർട്ടിയും മുന്നണിയും? തീർച്ചയായും നിരവധി സമരങ്ങൾ. ഇത് ഇന്നോ ഇന്നലെയോ അല്ല. ഞാനും ഒരു 5 വർഷക്കാലം കൊല്ലം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്നും എല്ലാ കൗൺസിൽ യോഗങ്ങളിലും ആദ്യ അവസാനത്തെ ചർച്ചാ വിഷയം കൊല്ലത്തെ മാലിന്യ പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നം കൊല്ലത്തെ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു തെരുവ് വിളക്ക് പരിപാലനം. തെരുവ് വിളക്ക് പരിപാലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു കൗൺസിലെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലാ കൗൺസിലുകളിലും നിരന്തരമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടുത്തെ സ്ലോട്ടർ ഹൗസ്.
ഭക്ഷ്യയോഗ്യമായ മാംസം നമുക്ക് കഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കൊല്ലത്ത്. കഴിഞ്ഞ 10 വർഷക്കാലമായി അവിടെ സ്ലോട്ടർ ഹൗസ് അടച്ചുപൂട്ടിയിട്ട്. ശരി, അപ്പോൾ അതിന് വ്യക്തമാണ്. ശ്രീ ജിൻദേവ്, വളരെ ശക്തമായൊരു ഭരണപക്ഷം, ശക്തമായൊരു പ്രതിപക്ഷം. BJPക്ക് പിന്നെ എന്താണ് കൊല്ലത്ത് പ്രസക്തി? നോക്കൂ, കഴിഞ്ഞ 30 വർഷക്കാലം ഈ നാട് ഭരിക്കുവാനായി തിരഞ്ഞെടുത്തത് LDFനെയാണ്. കഴിഞ്ഞ 30 വർഷത്തെ ഭരണം, LDFിൻ്റെ ഭരണം, ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഈ ജനസദസ്സ് വിലയിരുത്തിയിട്ട് 10ൽ 3 മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താ ജെറോം പരിശോധിക്കാൻ തയ്യാറാകും. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പം ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി. പക്ഷേ അഷ്ടമുടി ജീവനുമല്ല, ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ് അഷ്ടമുടി. ഈ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 30 വർഷം നടന്നിട്ടുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ടൗൺ ഹാൾ നിൽപ്പുണ്ട്. ബിനിലെ ഈ ടൗൺ ഹാൾ നവീകരിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 6 or 7 തവണയാണ്. ഇവിടുത്തെ ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറുടെ മകൾക്ക് എപ്പോൾ കല്യാണത്തിൻ്റെ സാഹചര്യം ഒഴുകുന്നോ അതിന് തൊട്ട് മുമ്പ് ടൗൺ ഹാൾ നവീകരിക്കും. 56 ലക്ഷം രൂപയ്ക്ക് ഇപ്പം നവീകരിച്ച് കഴിഞ്ഞപ്പോൾ നിലവിലെ മേയറുടെ മകളുടെ കല്യാണം പെട്ടെന്ന് നടന്നു. ഇത് മാത്രമല്ല, ഇപ്പൊ ഈ വി പാർക്കിന്റെ മഹത്വം പറഞ്ഞല്ലോ, ഈ വി പാർക്കിന്റെ മഹത്വമല്ല, ഇതിനേക്കാൾ മഹത്വമുള്ള വേറൊരു പാർക്കുണ്ട് ഇവിടെ, ജവഹർ പാർക്കും കഫ്റ്റീരിയയും. അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ റെന്റിന്? ഈ കഴിഞ്ഞ തവണ ഇവിടെ മേയറായിരുന്ന ശ്രീമതി പ്രസന്ന ഏണസ്റ്റിന്റെ മരുമകന്റെ ചെറിയച്ഛന് കൊടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവ് സഹിതം കാണിച്ചു തരാം. കൊടുക്കുവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? 2 പേരാണ് ഇവിടെ എഗ്രിമെന്റ് വെച്ചത്. ഒന്നാമത്തെ ആള് 25,000 രൂപ കിട്ടിയ ദിവസം തന്നെ തൊട്ടടുത്ത DD നമ്പറിൽ തന്നെ അയാളുടെ ജോർജ് ഡിയോണ എന്ന് പറയുന്ന അയാളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് ശ്രീമതി സുകന്യ അവരും വെച്ചു. ഒരാൾ 5,000 രൂപ കോട്ട് ചെയ്തു, മറ്റാൾ 5,100 രൂപ കോട്ട് ചെയ്തു. 5,000 രൂപ കോട്ട് ചെയ്ത ആൾക്ക് ഈ പറഞ്ഞതുപോലെ 5,100 രൂപ കോട്ട് ചെയ്ത ആൾക്ക് ഇത് ഫൈനലൈസ് ചെയ്ത് കൊടുത്തു. ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഇവിടുത്തെ മേയറുടെ ബന്ധുക്കൾക്ക്. അതുപോലെ തന്നെ എക്സ്ട്രീം പോവർട്ടി ഇല്ല എന്നും പറഞ്ഞാണല്ലോ ഇപ്പൊ ഏറ്റവും പുതിയ PR വർക്ക് ഇവിടെ പുള്ളിക്കട കോളനി. ദാരിദ്ര്യത്തിലേക്ക് ഉൾപ്പെടെ വിശദമായി അതുകൊണ്ട് ഈ കോർപ്പറേഷന്റെ കഴിഞ്ഞ 30 വർഷത്തെ ഭരണവും അഴിമതിയാണ്. പക്ഷേ ഈ അഴിമതിക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താത്ത ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് UDF എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്, ഈ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് മൗനി ബാബ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ശ്രീ പ്രേമേന്ദ്രൻ കുറ്റം പറയാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ്, പണ്ട് പറയുമല്ലോ അമ്മാവ എന്നെ തല്ലിയായിരുന്നു ഞാൻ നന്നായിരുന്നത്, ഒരു 2 കൊല്ലം മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ ഈ പ്രതിപക്ഷം തയ്യാറായിരുന്നെങ്കിൽ ഒരു ശ്രീ ഹഫീസ് അങ്ങേക്ക് അതിന് വേഗത്തിൽ മറുപടി നൽകാം. ശരിക്കും പറഞ്ഞാൽ ഈ 25 വർഷക്കാലം കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വ രംഗത്ത് വന്നതിന് ശേഷം, പ്രതിപക്ഷത്തായതിനു ശേഷം ശക്തമായ സമരങ്ങൾ, നിരവധി സമരങ്ങൾ, അത് വാർത്തകൾക്ക് സ്ഥാനം പിടിക്കാനല്ല, നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സമരങ്ങൾ നടത്തിയ നിരവധി അങ്ങനെ നമ്മളിപ്പോൾ ഓരോ ഇന്ന ഡേറ്റ് എന്നുള്ളതല്ല. കൗൺസിലുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ ശബ്ദിക്കേണ്ടത്. കൗൺസിലിൽ വന്നിരുന്ന് മിണ്ടാതെ പോവുകയല്ല, എല്ലാ കൗൺസിലും ശക്തമായ സമരം നടത്തിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ പൂർണ്ണമായും ഉപരോധിക്കാൻ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, UDF നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന ഭരണ വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ പ്രതിപക്ഷം വളരെ ശോഷിച്ചു പോയ ഒരു സന്ദർഭമുണ്ട്. സ്വാഭാവികമായും അത് ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ അഭാവം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും എന്ത് നടന്നാലും നമുക്കൊക്കെ ഇവിടെ സൂചിപ്പിക്കാം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി സമരം നടത്തിയിട്ടുള്ളതാണ് കൊല്ലം ടൗൺ ഹാളിനെ സംബന്ധിച്ച്. ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് എത്രയോ ആരോപണങ്ങൾ. പുതിയ 3 ടൗൺ ഹാൾ നിർമ്മിക്കുവാൻ കഴിയുമായിരുന്ന തുക ഇതിനകം നവീകരണത്തിന്റെ പേരിൽ ചെലവഴിച്ചിട്ടുണ്ട്. ആ പോയിന്റ് വ്യക്തമാണ്. ചിന്തക്കെതിരെയാണ് 2 പേരും പറഞ്ഞിരിക്കുന്നത്, ചിന്തയുടെ പാർട്ടിക്കെതിരെ. വേഗത്തിൽ മറുപടി നൽകാം. അല്ല, ഈ പറഞ്ഞതിനകത്ത് ആദ്യം തന്നെ ഹഫീസിക്കായുടെ ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. കാരണം കാൽച്ചുവട്ടി നിൽക്കുന്ന മണ്ണിനെ എന്തായാലും തള്ളി പറഞ്ഞില്ല, വി പാർക്കിനെങ്കിലും അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഹഫീസിക്കായോടുള്ള നന്ദി ആദ്യമായിട്ട് തന്നെ അറിയിക്കുകയാണ്. കാരണം തെളിഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ, കണ്ണുകളിൽ കാണാൻ കഴിയുന്ന ഒരു വികസനമാണല്ലോ ഈ വി പാർക്കിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മുടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് 6 or 7 തവണ
ടൗൺ ഹാള് നവീകരിച്ചു. മേയറുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് മേയർക്ക് 2 പെൺമക്കളാണ്. ഈ 6-7 തവണ എന്തിനാണ് നവീകരിച്ചത് എന്നുള്ള താങ്കളുടെ ഈ ആരോപണം വളരെ വ്യക്തികേന്ദ്രീകൃതമായി പോയി. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. കൊല്ലത്തെ LDFിൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന പദ്ധതി ഈ നാട്ടിലെ നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടതാണ്. ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഒരു വിശപ്പ് രഹിത നഗരമായി നമ്മുടെ നാട് മാറുന്നു. ഇപ്പോൾ BJPയുടെ പ്രതിനിധി അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ PR വർക്കാണ് ചെയ്യുന്നത്, ദാരിദ്ര്യ അല്ല. താങ്കൾ പറഞ്ഞു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന നിലയിൽ വിശപ്പ് രഹിത നഗരത്തെ ഞാൻ എവിടെയാണ് ആക്ഷേപിച്ചത്? ചിന്തയെന്ന് പറയും. താങ്കൾ പറഞ്ഞു PR വർക്കാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ PR വർക്ക് നടത്തുമ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനി പറഞ്ഞൊരു കോളനി ഉണ്ട്. 1200 കുടുംബം വർഷങ്ങളായി നിങ്ങളുടെ ഹണി ബെഞ്ചമിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച 1200 കുടുംബം 20 പേർക്കാണ് ഒരു കക്കൂസ്. പറയാൻ പറ്റുമോ? ഇല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമോ ചിന്തയ്ക്ക്? 20 പേർക്കാണ് ഒരു കക്കൂസ്. 20 പേർക്ക് കക്കൂസ്. 1200 കുടുംബം ദുരിതക്കയത്തിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ മൊത്തം പിടിവിട്ടുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അതിന് മറുപടി ഞാൻ പറയട്ടെ. 2 കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് പുള്ളിക്കട കോളനിയുടെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടിന്റെയും മറുപടി ഞാൻ പറയാം. എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ PR വർക്കാണ് എന്നാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞത്. നമുക്കറിയാം, ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദി അഹമ്മദാബാദിൽ വലിയ മതിൽ കെട്ടി ചേരി വിശപ്പ് അനുഭവിക്കുന്ന മനുഷ്യരെ കാണാതിരിക്കാൻ വലിയ മതിൽ കെട്ടി മറയ്ക്കുകയാണ് ചെയ്തത്. അപ്പം മോദിയുടെ കാലത്ത് മതില് കെട്ടി പാവങ്ങളെ മറയ്ക്കുന്നു എങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ അതിദരിദ്രരെ കണ്ടുപിടിച്ച് അവരെ ആ പട്ടികയിൽ നിന്നും നീതി ആയോഗ് മുമ്പോട്ട് വയ്ക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലുള്ള അതിദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. BJPയും LDFും തമ്മിലുള്ള വ്യത്യാസമാണ്. മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞങ്ങൾ മതില് കെട്ടി ആളുകളെ മറയ്ക്കുകയല്ല, മറിച്ച് ദാരിദ്ര്യം ഇല്ലാതാക്കുകയാണെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിഷയം പുള്ളിക്കട കോളനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമുക്കറിയാം അവരുടെ ദുഃഖം നമ്മുടെ എല്ലാവരുടെയും ദുഃഖമാണ്. നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അവർക്കൊപ്പം നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊല്ലത്തിനൊരു MP ഉണ്ട്. പുള്ളിക്കട കോളനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? റെയിൽവേ പുറമ്പോക്കിലാണ്. റെയിൽവേയുമായിട്ടുണ്ടാകുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ വികസന പ്രവർത്തനം നടത്താൻ പറ്റൂ. തീരദേശത്ത് പുതിയ 3 ഫ്ലാറ്റുകൾ പണിഞ്ഞ് പുനരധിവാസം കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കി. പുള്ളിക്കടയിലെ പുനരധിവാസം നടപ്പിലാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള തെറ്റായ ഇടപെടൽ, അതിന് യാതൊരു സമ്മർദ്ദവും നടത്താൻ കൊല്ലത്തിന്റെ MP തയ്യാറാകുന്നില്ല. അപ്പൊ UDF BJP ബാന്ധവമാണ് പുള്ളിക്കടയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് കാരണമെന്ന് ഈ നാട് ശ്രദ്ധിക്കുന്നില്ലേ? പറഞ്ഞോളൂ. MP ചെയ്യുന്ന പോലുള്ള പ്രവർത്തനം ചരിത്രത്തിന്റെ ഒരിക്കൽ പോലും നല്ലപോലെ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. ധാരാളം എത്ര പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് ഒരു MLA സത്യത്തിൽ കുറച്ച് കാലങ്ങളായി നമുക്ക് കൊല്ലത്തിന് കിട്ടാറില്ല. കൊല്ലത്തൊരു MLA ഇല്ല, പലപ്പോഴും കിട്ടാറില്ല. ആ MLAയുടെ അഭാവം പോലും ഇല്ലാതാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് MP തന്നെയാണ്. ഞാൻ ഇതിനിടയ്ക്ക് മറ്റൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ടൗൺ ഹാളിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. മകളുടെ കല്യാണത്തിന് മാത്രമല്ല, ഓരോ ബഡ്ജറ്റിലും ഓരോ പ്രാവശ്യം കടന്നു പോകുമ്പോഴും ഈ കൊല്ലം ടൗൺ ഹാളിനെ സംബന്ധിച്ച് നവീകരണത്തിന് പുതിയ പേരാ കൊടുക്കുന്നത്. നവീകരണം നടത്തി ഞാനിവിടെ സൂചിപ്പിച്ച പോലെ 3 പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. ടൗൺ ഹാളിന്റെ കാര്യം നമ്മൾ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ഒരുപാട് മനുഷ്യർ അവിടെ വളരെ കഷ്ടത്തിൽ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണത്തിന് ചിന്ത പറയുന്നത് അത് MP അതിൽ കൃത്യമായി ഇടപെടുന്നില്ല. അതിൽ BJP പ്രതിനിധി പറയണം, കാരണം കേന്ദ്ര സർക്കാർ അവരുടേതാണ്. ഇവിടുത്തെ പാർലമെന്റ് അംഗമാണ് ഇത് കൃത്യമായി അവിടെ അറിയിക്കേണ്ടത്. റെയിൽവേയുടെ ഭൂമിയാണെങ്കിൽ കൃത്യമായി അത് അറിയിക്കണ്ടേ? അത് ചെയ്യുന്നുണ്ടോ? മാറ്റി പാർപ്പിക്കാനാണെങ്കിൽ, അതിദരിദ്രരെ മാറ്റി പാർപ്പിക്കാനാണെങ്കിൽ, കൊല്ലം തോടിന്റെ വികസനം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ആ കൊല്ലം തോടിന്റെ 2 കരകളിലുമായി താമസിച്ചിരുന്ന ആളുകളുണ്ട്, നിരവധി ആളുകൾ.
ഏകദേശം 100-300 ആളുകൾ അവിടെ താമസിച്ചിരുന്നു. അതിൽ 83 ആളുകൾക്ക് 3 സെന്റ് ഭൂമിയും 2 ലക്ഷം രൂപയും ഉമ്മൻചാണ്ടി സാറ് ഈ കൊല്ലം നഗരത്തിൻ്റെ പരിസര പ്രദേശത്ത് കൊല്ലം കോർപ്പറേഷൻ്റെ പരിധിയിൽ നിന്ന് തന്നെ കൊടുത്തു. 83 പേർക്ക് 3 സെന്റ് ഭൂമിയും 2 ലക്ഷം രൂപയും കൊടുത്തു. 160 പേർക്ക് ഫ്ലാറ്റ് കൊടുത്തുള്ള മാറ്റി. വർഷങ്ങൾ വീണ്ടും 13 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ആ കൊല്ലം തോടിൻ്റെ ഗതി എന്താ? അഷ്ടമുടിയെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നല്ലോ. അഷ്ടമുടിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അഷ്ടമുടി ജീവനാണ്, അഷ്ടമുടി ജീവിക്കണം, അഷ്ടമുടി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമ്മളൊക്കെ ധരിച്ചത് അഷ്ടമുടിയിൽ വലിയ അത്ഭുതം സംഭവിക്കും. കാരണം എവിടെ മാലിന്യം കൊണ്ടിടാൻ ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നത്, കൊല്ലം നഗരത്തിൽ എവിടെയെങ്കിലും മാലിന്യം സംസ്കരിക്കുവാൻ, മാലിന്യം ശേഖരിക്കുവാനുള്ള സംവിധാനമുണ്ടോ? ആകെ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിച്ചാൽ പോളത്തോടുണ്ട് ശ്മശാനത്തിൽ. അപ്പം മാത്രമല്ല ആശ്രാമം മൈതാനത്ത് ചത്താപ്പോലും സമാധാനം കൊടുക്കത്തില്ല. ചത്താപ്പോലും സമാധാനമില്ല. ആശ്രാമം മൈതാനത്താണ് പലപ്പോഴും കുഴിച്ചിടുന്നത്. അതിനോടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? നാടിനുള്ള നായ് ശല്യം. എവിടെ ചെന്നാലും ഏത് ഭാഗത്ത് പോയാലും കടിയിൽ പേടിക്കാതെ പോകാൻ കഴിയാത്ത സാഹചര്യം. ഇന്നും ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതിദരിദ്രരെ കുറിച്ചുകൂടെ സൂചിപ്പിച്ചല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് നീങ്ങിയാൽ കൊല്ലം SMB പാലസിന്റെ തൊട്ട് ഡിപ്പ പുരയിടത്തിൽ എത്ര ദയനീയമായ അവസ്ഥയിൽ സ്റ്റാർപ്പ വലിച്ചു കെട്ടി താമസിക്കുന്ന നിരവധി ആളുകളുടെ കാണാൻ. വളരെ വേഗത്തിൽ മറുപടി പറയാൻ എനിക്ക് ഒരു നിമിഷം. ഇവിടെ ചിന്ത സൂചിപ്പിച്ചു പുള്ളിക്കട കോളനിയെ സംബന്ധിച്ച്. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? 5 വർഷം മുമ്പുള്ള ശ്രീമതി ഹണി ബെഞ്ചമിൻ്റെ മാനിഫെസ്റ്റോ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ പുള്ളിക്കട കോളനിയിലെ അന്തേവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം കൊടുക്കുന്നത്? പിന്നെ MP-യുടെ കഥയൊന്നും നമ്മൾ പറയരുത്. MP-യുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയോ നിതിൻ ഗഡ്കരിയോ കൊല്ലം എന്ന പേരിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് നോക്കിയിരിക്കുക. കാരണം അവരെവിടെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ അന്നേരം പുള്ളി ഫ്ലെക്സ് വെക്കും. ഇങ്ങനെ ഫ്ലെക്സ് വെക്കാനായിട്ടുള്ള ഒരു ഫ്ലെക്സിലുമാണ് കൊല്ലത്തിൻ്റെ MP. അല്ലാതെ അദ്ദേഹത്തെ കൊണ്ടൊരു പണി നടക്കത്തില്ല. നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകൂ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യമാണ്. വികസിത കൊല്ലം എന്ന മുദ്രാവാക്യമാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ വരാൻ പോകുന്ന ഡിസംബർ മാസം 9-ാം തീയതി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഈ കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് വരും. പുള്ളിക്കട കോളനിയിലെ പ്രശ്നം ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കും. പട്ടി മാത്രമല്ല, പട്ടിശല്യം മാത്രമല്ല, കുറുക്കന്റെ ശല്യം ഉണ്ടെന്ന് അപ്പൊ തോന്നുന്നത്. ശരി, റെയിൽവേ മന്ത്രിയുള്ള പാർട്ടിയുടെ നേതാവാണ് ഈ പറയുന്നത്. കേന്ദ്രത്തിൽ ഭരണം പോരാ, ഇവിടെ കോർപ്പറേഷനിലേക്ക് എത്തിയാലേ അവര് പുള്ളിക്കട കോളനിയുടെ വിഷയം പരിഹരിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അവരുടെ ഭൂമിയിലാണ് അവർ താമസിക്കുന്നത്, റെയിൽവേയുടെ ഭൂമിയിലാണ്. MP-യെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്, നരേന്ദ്രമോദിയുടെ ഫണ്ടാണ്, നിതിൻ ഗഡ്കരിയുടെ ഫണ്ടാണ്. അല്ലല്ലോ, ഇത് ജനങ്ങളുടെ ഫണ്ടല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഇവിടെ എത്തിച്ച് ഈ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾക്കും, അതൊരു DYFI കാരനോ അല്ലെങ്കിൽ NDA കാരനോ അല്ലെങ്കിൽ BJP കാരനോ CPM ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങളിലും അപ്പോഴപ്പോഴും ഇടപെട്ട് വേണ്ടുന്ന വികസന പ്രവർത്തനം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് NK പ്രേമചന്ദ്രൻ തന്നെ. ശരി, എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. നിങ്ങളുടെ വോട്ടർമാർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കേൾക്കാം. ആർക്കാണ് ചോദിക്കാനുള്ളത്? ഓക്കെ, ചേട്ടൻ്റെ പേര് പറയണം, ആരോടാണ് ചോദ്യം എന്ന് പറയണം, ചുരുക്കത്തിൽ ചോദിക്കണം. എൻ്റെ പേര് കോതയത്ത് ബാസുരൻ. ബഹുമാനപ്പെട്ട നമ്മുടെ കുമാരി ചിന്താ ജെറോം ഈ വി പാർക്കിനെ കുറിച്ച് മനോഹരമായി സംസാരിച്ചു. കൊല്ലത്തിൻ്റെ സാംസ്കാരിക പരിച്ഛേദമായിരുന്നു കേരള ശബ്ദം എഡിറ്റർ ഡോക്ടർ രാജാകൃഷ്ണൻ, BA രാജാകൃഷ്ണൻ. കൊല്ലം പട്ടണത്തിൻ്റെ നഗര ചത്തുരം മണിമേട, അതിനോട് ചേർന്നുള്ള അവിടെ കാണുന്ന അടിപ്പാത, വൻമതിൽ കെട്ടി അടയ്ക്കുന്നതിന് മുമ്പ് ക്വിക്ക് എന്ന് പറയുന്ന ഒരു സംഘടന ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളോട്, ഇവിടെ സലീം ഇരിപ്പുണ്ട്, അപേക്ഷിച്ചു. ഇത് മതിൽ കെട്ടി അടയ്ക്കരുത്, ഇത് സ്പാനിൽ നിർത്തണം, ഇത് തുറസായ സ്ഥലം ആക്കി ഇട്ടേക്കണം. ചോദ്യത്തിലേക്ക് അത് പറയുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വി പാർക്കിനെ കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പാനിൽ നിന്നിരുന്നുവെങ്കിൽ അതേപോലെ 2 വി പാർക്ക് ചിന്നക്കടയുടെ ഹൃദയ സരണിയിൽ ഉണ്ടാകുമായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം, ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഇവിടെ വികസനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നില്ലേ? എൻ്റെ ചോദ്യം ഇതാണ്. ഇത് ലോകമറിയുന്ന ഒരു സിനിമാ വ്യവസായിയുടെ ജന്മനാടാണ്. അച്ചാണി രവി എന്നറിയപ്പെടുന്ന രവി മോലാളിയുടെ ജന്മസ്ഥലം. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒരു സ്ഥാപനമാണ് പ്രശാന്തി ഹോട്ടൽ. വയലാർ രാമവർമ്മ രവി മോലാളിയുടെ ഒരു ചിത്രത്തിന്
പിന്നെ ഗാനങ്ങൾ എഴുതുവാൻ വേണ്ടി കൊല്ലത്ത് വന്നപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മുടെ കൊല്ലം ബീച്ചിലൂടെ മഹാത്മാ അങ്ങനെ വിശാലമായി സംസാരിക്കാൻ സമയമില്ല. അങ്ങനെ ചോദ്യത്തിലേക്ക് വിഷയം വരൂ, വളരെ ചോദ്യത്തിലേക്ക് വരൂ. വി പാർക്ക് പറഞ്ഞോണ്ട് ഓക്കെ, വ്യക്തമാണ്. സമയമില്ല. ഞാൻ പറയാം. വേഗത്തിൽ ചോദ്യത്തിലേക്ക്. കൊല്ലം മഹാത്മാഗാന്ധി പാർക്കിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്ത മഹാത്മാഗാന്ധി പാർക്കിലൂടെ സഞ്ചരിച്ചു. കടലിൻ്റെ കാറ്റിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടമായി തോന്നിയത് അവിടെ ആയിരക്കണക്കിന് റോസാപുഷ്പത്തിൽ നിന്നും തൻ്റെ നാസാരത്തിൻ്റെ കീഴിൽ തുളഞ്ഞു കയറിയ ആ സുഗന്ധപൂരിതമായ വായുവായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് റൂമിൽ വന്നിട്ട് ഒരു പാട്ടെഴുതി, ഇവിടെ കാറ്റിന് സുഗന്ധം. അദ്ദേഹം അവസരം കിട്ടാത്ത കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരണം. അല്ല, അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരണം. ചോദ്യത്തിലേക്ക് ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. വസന്തത്തിൻ മണിത്തേരിൽ വന്നതാര്? വാസന സ്വപ്നത്തിൻ തോഴിമാര്. കൊല്ലത്ത് വെച്ച് എഴുതിയതാ. അങ്ങനെ സുഗന്ധപൂരിതമായ കൊല്ലം മഹാത്മാഗാന്ധി പാർക്ക് 30 വർഷം ഭരിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ വേറൊരു കവിതയുടെ സമാനമാക്കി. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം എന്താണ്? വ്യക്തമാണ്. ഓക്കെ, ചിന്തയ്ക്ക് മറുപടി പറയാം. അതിന് മുമ്പേ ചോദ്യം ചുരുക്കത്തിൽ ചോദിക്കണം. മഹാത്മാഗാന്ധി പാർക്ക് എന്തെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചേട്ടൻ്റെ ചോദ്യം പറയും. പേര് പറയൂ, വേഗം പോയി ചോദിച്ചു. ആരോട് ചോദ്യം ചോദിക്കാനുള്ള? ചുരുക്കത്തിൽ ചോദിക്കണം. എന്റെ പേര് CB അനിൽകുമാർ. ഞാൻ ഈ പ്രദേശത്തെ മുൻ ജനപ്രതിനിധിയാണ്. ഓക്കെ, ആരോട് ചോദിക്കാനുള്ളത്? ചോദിക്കുന്നത് പ്രിയപ്പെട്ട ചിന്തയോടാണ്. ചോദിച്ചോളൂ. ആദ്യം പറയാനുള്ളത് പവർ പഞ്ചായത്ത് എന്ന് പറയുന്ന പരിപാടിയാണ്. നിങ്ങൾ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ മാത്രം പറയണം. നിങ്ങൾ ദേശീയതല അന്തർദേശീയതെല്ലാം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പിന്നെ ചിന്താ ജെറോം വളരെ വിശദമായി പറഞ്ഞു. ഈ വി പാർക്ക് കണ്ടോണ്ടെന്ന് ചോദിച്ചു. ആ ബോർഡിലോട്ട് നോക്കണം ചിന്താ ജെറോം. ഈ വി പാർക്കിൽ ഈ കോർപ്പറേഷൻ്റെ റോൾ എന്താണെന്ന് നോക്കണം. ഒന്നുമില്ല. എന്താണെന്നറിയാം, കൊല്ലം കോർപ്പറേഷൻ്റെ മേയർ ഈ പാർക്ക് ഉണ്ടാക്കിയത് കൊല്ലത്തെ ആയതുകൊണ്ട് ആ പേര് എഴുതിയിട്ടുണ്ട്. അവരുടെ സർക്കാരല്ലേ? അല്ല, സർക്കാരിന്റെ അല്ല, ഈ കോർപ്പറേഷന്റെ അല്ല. പക്ഷം പിടിക്കാതെ ഈ പാർക്ക് ഇവിടെ വന്നത് കൊല്ലത്തെ ഒരു വലിയ ആർക്കിടെക്റ്റ് നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഹെഡായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചിന്തയിൽ കൊണ്ടുവന്ന സാധനമാണ്. ഇതിൻ്റെ അകത്ത് കൊല്ലം കോർപ്പറേഷൻ അത് നിങ്ങൾ നോക്കാൻ അങ്ങോട്ട് ആ ക്യാമറയിലോട്ട് താങ്കൾ ഉൾപ്പെടെ പാർക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. പാർക്കുകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ഇവിടെ കുറെ പാർക്കുകൾ നവീകരിച്ചു. അവിടെ പോയി നോക്കി നിങ്ങൾ. എവിടാ? ആശ്രമ മൈതാനത്ത് ശ്രീ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പേരിലൊരു പാർക്കുണ്ടാക്കി. തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ടായിരുന്നു, മഹാത്മാഗാന്ധി പാർക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോവാൻ പറ്റത്തില്ല. പിന്നെ പറയട്ടെ, ചോദ്യമാണ് ചോദിക്കുന്നത്. ചേരി പ്രദേശത്തെ കുറിച്ച് പറഞ്ഞു. ഈ പറയുന്ന പുള്ളിക്കട കോളനിയിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നൂറുകണക്കിന് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എന്തോന്ന് ഏത് പദ്ധതിയിലേക്ക് അവർ അപേക്ഷ മേടിക്കുന്നത്? ലൈഫ് പദ്ധതിയിലേക്ക് അപേക്ഷ മേടിക്കുമല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് പുള്ളിക്കട കോളനിയിലുള്ള ആളുകളുടെ ഇന്ന് ലൈഫ് പദ്ധതി മേടിച്ചിട്ട് കഴിഞ്ഞ 15 കൊല്ലം വ്യക്തമാണ്. അല്ല, അങ്ങയുടെ പ്രതിനിധിയുണ്ട്, അങ്ങയുടെ പാർട്ടിയുടെ പ്രതിനിധിയുണ്ട്. ചിന്താ മറുപടി പറഞ്ഞോളൂ. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ബഹുമാനായ കൊല്ലത്തിൻ്റെ തന്നെ സാംസ്കാരിക രംഗത്ത് നിസ്തുലമായ സംഭാവന നടത്തിയ ഡോക്ടർ രാജാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, നാട്ടിൽ വികസനം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ പണ്ടത്തെ ഒരു റോഡല്ല നമ്മളിപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാലുള്ളത്. ഒരു 6 മാസം കഴിഞ്ഞാൽ ഇതായിരിക്കില്ല. അപ്പോൾ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പം ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞോട്ടെ, ജനാധിപത്യപരമായ ചർച്ചയല്ലേ, പറഞ്ഞോട്ടെ. അതെ, അല്ല, അപ്പോൾ അതിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ശ്രീ രാജാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രദേശങ്ങൾക്കകത്ത് വികസനം വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് വികസനം നടക്കുമ്പോഴും നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും അവസരം വേണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വി പാർക്ക് പോലെയുള്ള ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചേച്ചി ചോദിക്കൂ. ആരോട് ചോദിക്കാനുള്ളത്? ആദ്യം സ്പെസിഫൈ ചെയ്ത് ചോദിച്ചോളൂ. സ്പെസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ചിന്താ ജെറോമിനോടാണ്. ഓക്കെ, എൻ്റെ പേര് കല്യാണി എന്നാണ്. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ, ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾക്ക് ടൗൺ ഹാളിൻ്റെ കാര്യത്തിൽ വിഷമം,
ഒരാൾക്ക് മറ്റൊരു കാര്യത്തിൽ വിഷമം, ഒരാൾക്ക് വി പാർക്കിൻ്റെ കാര്യത്തിൽ വിഷമം. നിങ്ങൾ ഈ മനുഷ്യന് ഇവിടെ താമസിക്കുന്ന, കൊല്ലത്ത് താമസിക്കുന്ന ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി. എല്ലാവരും പറയുന്നത് ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു, ഞങ്ങൾ തീരുമാനിക്കുന്നു, എടുക്കുന്നു. പക്ഷെ നിങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊരു വാക്കുകൾ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടില്ല ഇതുവരെ. അതുപോലെ ഞങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ എന്നുള്ളൊരു വാക്ക് ആരും യൂസ് ചെയ്യുന്നില്ല. ഒരു വീട്ടിൽ തന്നെ 3 പാർട്ടിയുള്ള വീടാണ് എൻ്റെത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ നമ്മൾ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം നമ്മളെന്നാണ്, ഞങ്ങളെന്നല്ല. ഫോർ ടൂറിസം. പിന്നെ ഇത് ഏറ്റെടുത്ത ആളിന്റെ കഴിവ്, അതിന് നിങ്ങൾ താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. ചേച്ചി ചോദിച്ചോളൂ. ആരോട് ചോദിക്കാനുള്ളത്? എന്റെ ചോദ്യം ചിന്താ ജെറോം. എല്ലാ ചിന്തകളാണോ? മറ്റു രണ്ടുപേരോടും കൂടി ചോദിക്കണേ. ആരുണ്ട് മറ്റു രണ്ടുപേരോട് ചോദിക്കാൻ? അവർ കുറെ നേരം ചോദിച്ചോളൂ. ചേച്ചി ചോദിച്ചോളൂ. അതായത് എൻ്റെ പേര് മീരാ റാണി. ഞങ്ങളുടെ MLA മുകേഷ് സാറാണ്. കണ്ടിട്ടില്ല. മുമ്പ് TV-യിൽ കാണുമായിരുന്നു, ഇപ്പോൾ അതും കാണാറില്ല, എവിടെയെന്നറിയില്ല. എൻ്റെ ചോദ്യം, ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ 57 കോടി രൂപ MLA മുകേഷ് സാർ അവർ കൊണ്ടുവന്ന ആശ്രാമത്തെ ജൈവ വൈവിധ്യ ഒരു കല്ല് പോലും എടുത്ത് വെച്ചുകൂടാത്ത സ്ഥലത്ത് ഒരു വലിയ സമുച്ചയം കെട്ടിപ്പടുത്തുയർത്തി. ഇപ്പോൾ കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ല, അധികാരികൾ ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ അമിക്കസ് ക്യൂറി വന്നിട്ടുണ്ട് പൊളിച്ചു മാറ്റാൻ. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെയല്ല. കൊല്ലത്തിന്റെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ലോകോത്തര നിലവാരത്തിലുള്ള നമ്മുടെ നാടകങ്ങളും മറ്റുമെല്ലാം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ ആർട്ട് ഫോം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന, ഇപ്പോൾ അവിടെ തുടങ്ങിയ ആർട്ട് ഗാലറി തന്നെ നമ്മൾ കണ്ടു. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ചിത്രങ്ങൾ അണിനിരക്കുന്ന, വിദേശികൾക്ക് പോലും സഞ്ചാരികളുടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. അപ്പോൾ അതിൻ്റെ ഒരു വികസനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ വെറുതെ സംസാരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ വഴിയെ പോകുന്ന ബൈക്കുകാരൻ വരെ പടക്കം പൊട്ടിക്കുവോ? പറഞ്ഞോളൂ. ആരോട് ചോദിക്കാനുള്ളത്? പൊതുവെ ചോദിക്കാനുള്ള ആരോടാ? സ്പെസിഫൈ ചെയ്ത് ചോദിച്ചോളൂ. ജീൻദേവിനോടാണോ? അതെ. ജീൻദേവിനോട് ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് ഒരു വാഗ്ദാനം തന്നിരുന്നു, 50 രൂപയ്ക്ക് പെട്രോൾ. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. 30 കോടി തൊഴിലവസരങ്ങൾ ഒരുക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മ. ഞങ്ങൾക്ക് തൊഴിൽ ഇപ്പം അങ്ങ് തരുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത്. എവിടെ ആ തൊഴിൽ? പിന്നെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ആശ്രമ മൈതാനത്തെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു. ആശ്രമ മൈതാനത്തിനടുത്തുള്ളൊരു നിവാസിയാണ് ഞാൻ. അവിടാണ് ഞാൻ ജീവിക്കുന്നത്. നിലവിൽ അങ്ങനെ നായശല്യമൊന്നും ആശ്രമ മൈതാനത്തുള്ളതായിട്ട് എനിക്കറിയത്തില്ല. പിന്നീട് ഒരു കാര്യം, കുറുക്കന്മാരോടൊന്നും മിണ്ടായിരിക്കാൻ പറയാമോ? മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്, പുള്ളിക്കട നിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, കോളനി എന്ന് പറയുന്ന പദം മാറ്റി. അപ്പൊ ഇവിടെ നിങ്ങൾ നിരന്തരം കോളനി എന്ന് വീണ്ടും അഡ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. ഇനി രണ്ടാമത്തെ കാര്യം, ചിന്തയുടെ കൂടെ കാറിലായിരിക്കും മാഡം വന്നത്. അതുകൊണ്ടാണ് മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. ഓക്കെ, ശ്രീ ഹഫീസിന് മാഡം പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് മാഡം അദ്ദേഹം പറയട്ടെ. വ്യക്തിപരമായി എടുക്കണ്ട. ആരോഗ്യപരമായ ചർച്ചയാണ് നമ്മുടെ. എല്ലാവരുടെയും ശബ്ദങ്ങൾ കേൾക്കണം. ജനാധിപത്യപരമായ ചർച്ചയാണ്. പറയും. മോളിവിടെ സൂചിപ്പിച്ചല്ലോ. ഒരു മിനിറ്റ്. അല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേട്ടാ അത് വിട്ടോ.
ഓക്കെ, അത് വ്യക്തമാണ്. അതെങ്ങനെ? അത് പ്രകോപനത്തിലേക്ക് പോകണ്ട. പ്രകോപനത്തിലേക്ക് പോകണ്ട. അല്ല, ഞാൻ പറയട്ടെ, ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ പറയൂ, അല്ലാതെ കൊഞ്ഞണം കുത്തരുത്. ചോദിക്കാനുണ്ടോ ചോദിക്ക്, അല്ലാതെ ഒന്ന് കൊഞ്ഞണം കുത്തല്ലേ. അത് വ്യക്തമാണ്. ബിജെപിയുടെ ചോദ്യം ചോദിക്ക്, അല്ലാതെ ഒന്ന് കൊഞ്ഞണം കുത്തി പേടിക്കുന്ന പാർട്ടിയാണ് കേട്ടോ. കേട്ടോ, ഡിവൈഎഫ്ഐക്കാരെ മുഷ്ടി ചുരുട്ടിയ പേടിക്കുന്ന പാർട്ടിയല്ല. ആരും നിൽക്കാനുള്ള എന്റെ കൂടെ കാറിൽ വന്നതുകൊണ്ടാണ് അവർക്കത് ഉണ്ടായത്. അതിന്റെ മറുപടി പറയാൻ ആ കുട്ടിക്ക് അവസരം ഓക്കെ, വേഗത്തിൽ പറയും. ഞാൻ പിടിച്ചേരാം. ഞാൻ പറഞ്ഞു. മറുപടി അറിയൂ. ജോലി എന്തിയെ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ തൊഴിലവസരം എവിടെ? ഓക്കെ, അല്ല, ഒരു നിമിഷം. ഉത്തരം വേണ്ടേ? സഹോദരി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എഴുതിയ RRBയുടെയോ ബാങ്കിങ് എക്സാമിന്റെയോ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു എക്സാമിന്റെ അങ്ങ് അറ്റൻഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ് കാണിക്കാൻ പറ്റുമോ? വെറുതെ പോവരുത്. തലച്ചോറ് അത് കഴിഞ്ഞു. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലല്ല അപ്ലൈ ചെയ്യാൻ പറ്റൂ. നോട്ടിഫിക്കേഷൻ ഇല്ലാതെ ഒരു തൊഴിലവസരവും സൃഷ്ടിക്കാതെ പൊതുമേഖലയെ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് നിൽക്കുന്ന BJPക്ക് രാജ്യത്തെ ചെറുപ്പക്കാരെ വഞ്ചിച്ച് മോദിജി വേർ ഈസ് മൈ ജോബ് എന്നാണ് ചോദിക്കുന്നത്. ഈ ചെറുപ്പക്കാരുടെ വികാരം കോർപ്പറേഷന്റെ കാര്യം പറയാനില്ലെങ്കിൽ ശരി, വ്യക്തമാണ്. അങ്ങ് പറഞ്ഞോളൂ. നമ്മുടെ നാട്ടില് നമ്മുടെ എല്ലാവരും പത്രം വായിക്കുന്നവരും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കാണുന്നവരാണ്. അങ്ങ് പറഞ്ഞോളൂ. ശരിക്കും അങ്ങ് പറഞ്ഞോളൂ. തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. 11 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങളെ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. അത് കേരള ഗവൺമെന്റിലും ഈ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നാട്ടിലെ മുഴുവൻ ആളുകളെയും ശരിയാക്കി എന്നുള്ളതെല്ലാം മറ്റൊന്നും നടന്നില്ല. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നടക്കുന്നത്. എങ്ങനെയാണ് കടന്നു വരുന്നതൊക്കെ എന്തായാലും കൊല്ലത്തിന്റെ ചർച്ച വളരെ ചൂടേറി തുടങ്ങിയിരിക്കുകയാണ്. ഹഫീസിൽ നിന്ന് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തുടങ്ങുകയാണ്. AK ഹഫീസ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലം നഗരസഭ അത് എങ്ങനെ നയിക്കപ്പെടണം എന്നുള്ളതാണല്ലോ ഇനി ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അധികാരത്തിലെത്തുന്നതിന് വേണ്ടി? പ്രതിപക്ഷം എന്നുള്ളത് ഭരണപക്ഷത്തിനെതിരെ സമരം നടത്തുക മാത്രമല്ലല്ലോ, ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിങ്ങൾ 5 കൊല്ലം പ്രവർത്തിച്ചു. ക്രിയാത്മകമായ പ്രതിപക്ഷമായി തന്നെയാണ് കഴിഞ്ഞ 25 വർഷക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചും വ്യക്തമായ ധാരണയോടെ തന്നെ പോയിട്ടുള്ളത്. ഒരു കാര്യം മാത്രം ഞാൻ വീണ്ടും നമ്മുടെ ചിന്താ ചെറുമനോട് ചോദിക്കുന്നത്, 25 വർഷക്കാലം കോർപ്പറേഷനും 5 വർഷക്കാലം മുനിസിപ്പാലിറ്റിയും കൊല്ലത്ത് ഭരിച്ചു. എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വികസനം എവിടെ നോക്കിയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഇപ്പോൾ വി പാർക്കിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇതിനേക്കാളൊക്കെ എത്രയോ ഭംഗി. കൊല്ലം നഗരത്തിനൊരു പ്രൗഢിയുണ്ട്. ഒരു കാലത്ത് കൊല്ലം ചിന്നക്കടയും ക്ലോക്ക് ടവറും പരിസര പ്രദേശത്തും കൊല്ലത്തെ മെയിൻ റോഡ് ഇന്ന് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏരിയയാണ് പായിക്കട റോഡ്. ആ കടകളെല്ലാം 75% കടകളും അടച്ചുപൂട്ടി. രാഷ്ട്രീയത്തിന് അതീതമായ ആരെങ്കിലും അതിനെക്കുറിച്ച് മറുപടി പറയട്ടെ. എല്ലാ കടകളും അടച്ചുപൂട്ടിയിരിക്കുന്നു. കടകളൊക്കെ അടച്ചുപൂട്ടി. കൊല്ലം നഗരം ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പറമ്പായി മാറ്റി. എല്ലാ കടകളും നശിച്ചു. മാത്രമാണോ കൊല്ലത്ത് ഇപ്പോൾ ഇവിടെ ആരോ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു നായ്ശല്യം ഇല്ലയെന്ന്. നായ്ശല്യം ഇല്ല എന്ന് ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ആശ്രാമ മൈതാനത്ത് മാത്രമല്ല എല്ലാ വീടുകളിലും. ഞാനിത് എല്ലാ ദിവസവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീടുകളിലോട്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ എല്ലാ വീടുകാരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ വീടുകളിലൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, എല്ലാ സ്ഥലത്തും നായ്ശല്യം. കൊല്ലം നഗരത്തിൽ ഒരു വൻമതിൽ കെട്ടിവെച്ച് തകർത്ത് തരിപ്പണമാക്കി. ഞാൻ പറയുന്നത് തീർച്ചയായും ഞങ്ങളുടെ നേതൃത്വത്തിലൊരു ഭരണം വന്നാൽ അത് UDF ഭരിക്കുമ്പോൾ സംസ്ഥാനത്തായാലും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലായാലും തീർച്ചയായും അത് പൊളിച്ചു മാറ്റി പുതിയ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞാണല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം വളരെ ഈസി ആയിരുന്നു. എന്തുകൊണ്ടാണ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ഒരു പോസ്റ്റർ വന്നത്? അത് രാഷ്ട്രീയത്തിൽ അതിനകത്ത് ഒരർത്ഥമുള്ളതല്ല. ബിന്ദു കൃഷ്ണ ആര് എന്ത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്, കേരളം ഒട്ടായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ച് ആരാണെന്നൊക്കെ അറിയാം. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു തരംതാണ രാഷ്ട്രീയ നാടകം എന്നുള്ളതല്ലാതെ അത്തരം പോസ്റ്ററുകളൊന്നും അവർക്ക് അർത്ഥമില്ല. വെറുതെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്തും ചെയ്യാം.
ആർക്കും ചോദിക്കാം എന്നുള്ളൊരു അവസ്ഥ ഇവിടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ബിന്ദു കൃഷ്ണനെ വ്യക്തിപരമായി തേജോവധം. ഇവിടെ ഒരു കാരണമുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കോർപ്പറേഷൻ ഇപ്രാവശ്യം കൊല്ലം മാറും, ഇക്കൊല്ലം മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങൾ പ്രതിപക്ഷത്ത് 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഭരണത്തിലേക്ക് വരും? മുഖ്യ പ്രതിപക്ഷമായാലേ ഭരണത്തിലേക്ക് വരാൻ സാധിക്കൂ. കൊല്ലത്തിലെ ജനങ്ങൾക്ക് ആവശ്യം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സുസ്ഥിരമായ എന്താ അല്ല, അത് ശ്രദ്ധിക്കേണ്ട, പറഞ്ഞോളൂ. സുസ്ഥിരമായ ഡെവലപ്മെന്റ് ആണ്. ഇവര് കൊല്ലം തോട് നവീകരണം പറഞ്ഞ് 20 കോടി രൂപ പാഴാക്കി. അഷ്ടമുടി കായലിൽ മഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് ടെൻഡർ വെച്ചിട്ട് മാലിന്യം മൊത്തം മാറി കരയ്ക്ക് വെക്കും. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കൂടി വീണ്ടും കായലിലേക്ക് പോകും. വീണ്ടും ഇത് വാരാൻ പൈസ ചെലവാക്കും. ഇങ്ങനെയുള്ള വികസനമാണ്. ഇവരുടെ പാർട്ടി വികസന സന്ദേശ യാത്ര പറഞ്ഞൊരു യാത്ര നടത്തി. ഈ ഇവിടെ ശക്തികുളങ്ങരയിൽ കന്നിവേൽ വെസ്റ്റും കൂടെ ഈ ശ്രീമതി പ്രസന്ന ഏണസ്റ്റാണ് യാത്ര നയിച്ചത്. ആ യാത്രയ്ക്ക് പോയ ഒരു സഖാവ് ആ റോഡിലെ കുഴി വീണ് കാലുളുക്കി കിടക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണേൽ കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ വികസനം. കൊല്ലത്തിന് ആവശ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. കൊല്ലത്തിന് വികസനം കൊടുക്കാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾക്ക് മാത്രമേ കൊല്ലത്തെ ജനിച്ചു. കാരണം അമൃത് പദ്ധതിയിൽ 560 കോടി രൂപ കൊടുത്തത്. അമൃത് 2-ൽ 300 കോടി രൂപ കൊടുത്തു. നിങ്ങൾ കൊല്ലം കോർപ്പറേഷൻ പോകണ ബില്ലിലെ 10 കോടി രൂപയാണ് ഇവർ ചെലവഴിച്ചത്. 290 കോടി രൂപ ലാഭമാകാൻ പോവുക. ഇവരൊരു ആകാശപ്പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെമ്മാമുക്കിലും കോൺവെന്റിലും ഹൈസ്കൂൾ ജംഗ്ഷനിലും പട്ടിക്ക് പെറ്റിയടക്കാനുള്ള സ്ഥലമായിട്ട് വെച്ചേക്കാണ് ഇവര്. എന്നിട്ടാണ് വന്ന് ഈ ന്യായങ്ങളെല്ലാം പറയുന്നത്. പിന്നെ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച കാര്യം, അതിനകത്തോടൊരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ബിന്ദു കൃഷ്ണ അടുത്ത സമയത്താണ് എയറിൽ നിന്ന് താഴെ ഇറങ്ങിയത്. ഇപ്പൊ വീണ്ടും എയറിലോട്ട് കയറി. കാരണം ആ പാലക്കാട്ട് MLA-ക്കെതിരെ എന്തോ ഒന്ന് മാധ്യമത്തിൽ പറഞ്ഞ ഒരു ഓർമ്മയെ അവർക്കുള്ളൂ. എന്റെ പൊന്നോ ബിനിലെ ഒന്ന് കാണണം. ഫേസ്ബുക്കിൽ അവർക്ക് ഒരു പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല. എന്തൊരു സർഗാത്മക എന്നറിയോ അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർക്ക്. അത്ര സർഗാത്മക. അതുകൊണ്ട് കൊല്ലത്തിന് ആവശ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. വികസിത കൊല്ലം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇടതും വലതും മതിയേ ഉള്ളൂ. ആ വഴി BJP വഴി. അല്ല, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ബിന്ദു കൃഷ്ണനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലല്ലോ. കൊല്ലം കോർപ്പറേഷനുമായിട്ട് ഈ ഇതിപ്പോ 2 ആളുകളും നിങ്ങൾക്കെതിരെ വലിയ കുറ്റപത്രമാണ് ഇങ്ങനെ ഇറക്കുന്നത്. ഇത്രയൊക്കെ കുറ്റപത്രം ഉണ്ടെങ്കിൽ എന്തിന് ജനങ്ങൾ വീണ്ടും നിങ്ങൾ അധികാരത്തിലെത്തിക്കണം? കുറ്റപത്രം ഇങ്ങനെ 2 കൂട്ടരും ഒരുമിച്ച് നിന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. 25 കൊല്ലമായി ഞങ്ങൾ തന്നെയാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടരുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. ആ ആത്മവിശ്വാസത്തിന്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഓരോ പദ്ധതികളും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓഷനേറിയം കൊല്ലത്ത് വരാൻ പോവുകയാണ്. എത്രമാത്രം ഈ നാടിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പം നമുക്കറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനത്തിലേക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക്, വീട്ടിലെ കാണാപ്പണികൾ ചെയ്തുകൊണ്ടിരുന്ന കാണാപ്പണികൾ ചെയ്തുകൊണ്ടിരുന്ന 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ദരിദ്രരായ വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് അവർക്ക് കിട്ടുകയാണ്. അവരുടെ അഭിമാന ബോധം വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും കൊല്ലം കോർപ്പറേഷനിൽ. അതിനോടനുബന്ധിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ആ ഓഡിയൻസിലേക്ക് വരും. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ വലിഞ്ഞു മുറുക്കുന്നു. അതുകൊണ്ടാണോ കൊല്ലം ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ വികസനം വരാതെ പോകുന്നത്? ചോദ്യം ക്ലിയർ ആണ്. ഇവിടെ കൊല്ലം കോർപ്പറേഷനാണ് ചർച്ചാ വിഷയം. കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി വിഹിതമായി വകയിരുത്തിയ 15ാം ധനകാര്യ കമ്മീഷന്റെയോ അമൃത് പദ്ധതിയുടെയോ ജൽജീവൻ മിഷന്റെയോ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പദ്ധതി വിഹിതം കൊടുക്കാത്തതിന്റെ ഒരു സോളിഡ് പ്രൂഫ് ചിന്തയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള പദ്ധതി ഏത്? പദ്ധതിയുടെ വിഹിതം എത്ര രൂപ? ചിന്തയ്ക്ക് പറയാമോ? ഞങ്ങൾക്ക് വളരെ കൃത്യമായ കണക്കുണ്ട്. ഞങ്ങളുടെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പ്രവർത്തനത്തെയും നമുക്ക് കിട്ടേണ്ട
കേന്ദ്ര ചിന്ത എന്റെ വിഹിതം ചോദ്യം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ചിന്ത ഒരു നിമിഷം, ചിന്ത എന്റെ ചോദ്യം ഒരു നിമിഷം, ചിന്ത എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏതെങ്കിലും ഒരു പദ്ധതി, ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവര് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളിലേക്ക് വരാം. അവര് പറഞ്ഞോട്ടെ. അത് നോക്കണ്ട. ചിന്ത പറയും. അദ്ദേഹമല്ലേ ഡിബേറ്റ് ചെയ്യുന്നത്? അല്ല, അദ്ദേഹമല്ലേ ഡിബേറ്റ് ചെയ്യുന്നത്? പറയും. ഇത്ര അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാ? നിങ്ങൾ ചോദ്യം നിങ്ങളിലേക്ക് വരാം. ഞാൻ മൈക്ക് തരാം. ചേട്ടാ, നിങ്ങളിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയമായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇത് പാലക്കാട് തൊട്ട് തുടങ്ങിയ ഒരു തന്ത്രമാണ്. ജനപക്ഷത്ത് നിന്ന് നിലപാടെടുക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ BJPയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ പാലക്കാട് തൊട്ട് തുടങ്ങിയ ഭീഷണിയാണ്. ആ ഭീഷണി ഇനി കൊല്ലത്ത് നടപ്പിലാക്കി എടുക്കാവുന്ന BJPയുടെ പ്രവർത്തകർ അതൊരു തന്ത്രമാണ്. അവിടുന്നല്ലേ ചോദിച്ചത്? ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമോ? ഞാൻ പറഞ്ഞോളാം. ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അമൃതാണോ, ജൽജീവനാണോ, സൗഭാഗ്യ യോജനയാണോ, ആവാസ് യോജനയാണോ? ഏത് പദ്ധതി? ഇനി കക്കൂസ് പണിയാനാണോ? ഏത് പദ്ധതി? പുള്ളിക്കടയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ റെയിൽവേ മന്ത്രിയും ഒരു നിമിഷം, പുള്ളിക്കടയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ബില്ലിലെ കൊല്ലത്തെ ഏറ്റവും വലിയ ഇന്ന് ചർച്ച ചെയ്യുന്ന സമകാലിക പുള്ളിക്കട കോളനിയില് റെയിൽവേ ഭൂമി, കേരളത്തിന്റെ ഫണ്ടല്ലേ, പുള്ളിക്കട കോളനിയിലെ റെയിൽവേ ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ ഏതെങ്കിലും, ഇന്ന് പറയണ്ട, ചിന്തയിൽ ആ ഡോക്യുമെന്റ് കാണത്തില്ല, കൊല്ലം കോർപ്പറേഷൻ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു കത്ത് കാണിക്കാൻ സാധിക്കുമോ? കാരണം ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ പരിശോധിച്ച ഒരു പാവം പിടിച്ച മനുഷ്യൻ നേരിട്ട് കണ്ട് കൊല്ലം കോർപ്പറേഷന്റെ പോയി കണ്ട് ഒരിക്കലും അല്ല, അവര് നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ആവശ്യങ്ങൾ ദയവായിരിക്കണം. ആർക്കാണ് ചോദിക്കാനുള്ളത്? ചേച്ചി ചോദിച്ചോ. ചുരുക്കത്തിൽ ചോദിക്കണം, ഒരുപാട് സമയമില്ല, അതുകൊണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ചിന്ത ചോദിച്ചു, എത്ര കോടി രൂപയാണ് അമൃത് പദ്ധതി, അല്ല കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്? അല്ല, പറയട്ടെ, രേഖ കാണിച്ചു തരട്ടോ, വിവരാവകാശ രേഖ. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 3831. അമൃത് പദ്ധതി പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. അത്ര പൈസ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. കൊല്ലം കോർപ്പറേഷന് 268.3084 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്? 24 കോടി 51 ലക്ഷത്തി 600. അഖിലേക്ക് വിശദമായിട്ട് വരും. പറയും, ചിന്ത പറഞ്ഞോളൂ. ചിന്തയോടാണ് എല്ലാ ചോദ്യങ്ങളും. ഓക്കെ, ഒന്ന് കേട്ടോട്ടെ ചേട്ടാ.
അല്ലല്ല പ്രശ്നമില്ല, വ്യക്തിപരം പരിശീലിച്ചില്ല. ഇല്ലില്ല, പ്രശ്നത്തിലേക്ക് വരുന്നു. ചിന്ത പറയും. ഇല്ലില്ല, മതി ചേട്ടൻ ചോദിച്ചില്ലേ? വരും ചേട്ടൻ അല്ല, ചേട്ടനിലേക്ക് വരും. വരും. ചിന്ത പറയും. വരും ചേട്ടനിലേക്ക് വരും. ചേച്ചി ചോദിച്ചില്ലേ? വരും ചേച്ചി പറയും. ചിന്ത പറയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന് ഔദാര്യം നൽകിയ കണക്കാണ് ചോദ്യകർത്താവ് പറയുന്നത്. കേരളവും കൊല്ലവും അല്ല, ഇന്ത്യയുടെ ഭാഗമാണ്. ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെ കോർപ്പറേഷനുകൾക്കും അവരുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പണം നൽകുക എന്നുള്ളത്. കൊല്ലം കോർപ്പറേഷന്റെ മേയർ സഖാവ് പ്രസന്ന ഏണസ്റ്റും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഭരണാധികാരികളും കേന്ദ്രത്തെ പോയി കണ്ട് നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കേണ്ടതിൻ്റെ 1/4 മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതും ഔദാര്യമായി കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മാരാർജി ഭവനിൽ നമുക്ക് തന്നൊരു ഗസ്റ്റ് അവിടെ ഉണ്ട്. അദ്ദേഹം പറയും. ഒരു കാര്യം കൂടി, അല്ല അദ്ദേഹം പറയും. നിങ്ങളുടെ നേതാവല്ലേ അദ്ദേഹം പറയും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിന്റെയൊക്കെ ഭാഗമായി പോയി. അപ്പൊ ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പുരോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് പരിതാപകരമാണ്. പാവപ്പെട്ടവര് പൊതിച്ചോറുകൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. നമ്മൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ മാറിപ്പോവുക. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മിനിറ്റ് നമ്മൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ മാറിപ്പോവുക. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ്. നെല്ല് അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം കൊല്ലം കോർപ്പറേഷൻ വരും നിങ്ങളിലേക്ക് വരും. അദ്ദേഹം ഒന്ന് ചോദിക്കട്ടെ. അല്ല അദ്ദേഹം ഒന്ന് പറയട്ടെ. മൈക്ക് തരും. അല്ല മൈക്ക് തരും. അല്ല പ്രസ്താവരുത്. ദയവേത് പ്രസ്താവരുത്. ദയവായി സഹകരിക്കണം. ഈ ചർച്ച തുടരണം. കൊല്ലത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ദയവായി സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണം. ചേട്ടാ അവിടെ പോയി ഇരിക്കും. നിങ്ങളിലേക്ക് വരാം. മൈക്ക് തരാം. മൈക്ക് തരാം ചേട്ടാ. അവർ പറഞ്ഞോട്ടെ. നമുക്ക് അങ്ങനെ പ്രശ്നമായിട്ട് പോകാൻ പറ്റില്ല. മൈക്ക് തരും. ചേച്ചിയിലേക്ക് നിങ്ങൾക്ക് തരും. അല്ല നിങ്ങൾ തരും. ഇല്ല ചേച്ചി ഇരിക്കും. അല്ല ഇരിക്കും. ഇല്ല ഉപദ്രവിക്കരുത്. അല്ല അവർ ഉപദ്രവിക്കും. സ്ത്രീകളെ ഉപദ്രവിക്കും. ഇല്ല അങ്ങോട്ട് ഓക്കെ. ആ പ്രശ്നത്തിലേക്ക് പോകണ്ട. ഇല്ല ഓക്കെ. അവിടെ പോയിരിക്കും. നമ്മളെ ചർച്ച തുടരണ്ടേ. അങ്ങ് പറയും. ഹാഫീസ് പറയും. നമ്മളിപ്പോ പറയുമ്പോ പറയൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക. അങ്ങ് പറയൂ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൊല്ലം നഗരം ഭരിക്കുന്ന LDF സർക്കാർ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ കഴിഞ്ഞ 25 വർഷക്കാലം കോർപ്പറേഷനും 5 വർഷക്കാലം മുനിസിപ്പാലിറ്റിയുമായി ഭരിച്ചിട്ട് എന്ത് മാറ്റം എവിടെ ഉണ്ടാക്കാൻ പറ്റി? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനിറ്റ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മാലിന്യ സംസ്കരണം തന്നെയാണ്. മാലിന്യ സംസ്കരണ പൂങ്കാവനമാക്കി എന്ന് പറഞ്ഞു. ശരി, ആ പൂങ്കാവനമാക്കിയതിന്റെ സ്ഥിതിയൊക്കെ നമുക്കൊക്കെ അറിയാം. അവിടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ആ പ്ലാന്റിന്റെ അതെ ബയോ മൈനിങ് പറഞ്ഞിട്ട് 2010 ഞാനും 5 വർഷം ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ പറഞ്ഞോട്ടെ 2010 മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞൊരു പുതിയ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് ഒരു ട്രയൽ റൺ പോലും നടത്താൻ പറ്റിയില്ല. ആ ഗതി മാത്രമല്ല, ട്രയൽ റൺ നടത്താൻ പറ്റിയില്ല. അതും കഴിഞ്ഞ് 55 ഓട്ടോറിക്ഷ, അന്ന് 50 ഡിവിഷനിൽ 55 ഓട്ടോറിക്ഷ വാങ്ങി ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇവിടെ ആക്രിക്കലേക്ക് തൂക്കി വിറ്റ്. അത് മാത്രമാണോ? വിറ്റ്. അതും കഴിഞ്ഞ് ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ചിന്ത ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. 10 വർഷക്കാലമായി നമ്മുടെ സ്ലോട്ടർ ഹൗസ് പൂട്ടിയിട്ടിരിക്കുന്നു. ബെൽജിയം സംവിധാനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ബെൽജിയം പോയിട്ട് അവസാനം ഗ്രീൻ ട്രിബ്യൂണലുകാരുടെ നിർദ്ദേശം വന്നതിനിടയ്ക്ക് അവസാനം അതുവഴി ബോട്ട് പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ ആശ്രാമം ശരിക്കും പറഞ്ഞാൽ അതുവഴി ഹൗസ് ബോട്ട് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെയാണ് 10 വർഷക്കാലമായി കൂട്ടിയിട്ടിരിക്കുന്നത്. എന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പൂങ്കാവനത്തിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. എവിടെയെങ്കിലും മാലിന്യം സംസ്കരിക്കാൻ, മാലിന്യം ശേഖരിക്കാൻ എന്ത് സംവിധാനം കൊല്ലത്തുണ്ട്? ഇവിടെ നമ്മുടെ നായശല്യത്തെ കുറിച്ച് പറഞ്ഞു. നായശല്യം ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? കൊല്ലം നഗരത്തിൽ ഏതെങ്കിലും അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ശരി, അത് വ്യക്തമാണ്.
വ്യക്തമാണ്. ആ ചോദിക്കൂ. ആരോട് ചോദ്യം? UDF പ്രതിനിധിയോടാണ് ഒരു ആ, UDF ന്റെ പ്രതിനിധി, ചോദിച്ചോളൂ. ഇവിടെ കഴിഞ്ഞ 25 വർഷക്കാലമായി കൊല്ലം കോർപ്പറേഷനിൽ LDF ഭരണ നേതൃത്വം യാതൊരു ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത വികസനവും കാഴ്ചവെച്ചിട്ടില്ല എന്നിവിടെ UDF പ്രതിനിധി പറഞ്ഞു. ഒരു കാര്യം, കഴിഞ്ഞ 75 വർഷമായി, 25 വർഷക്കാലമല്ല, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം മുതൽ കൊല്ലം നഗരത്തിന്റെ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലമാണ് കുരീപ്പുഴ ചണ്ടിടിപ്പോ. ആ ചണ്ടിടിപ്പോയിൽ ബയോമൈനിങ് നടത്തി 5 ഏക്കർ സ്ഥലമാണ് വീണ്ടെടുത്തത്. ആ 5 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ അത്യാധുനികമായ IT പാർക്ക് സംവിധാനങ്ങൾ ഉൾപ്പെടെ വരികയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസനങ്ങളായി മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. വന്ന് നോക്കിയാൽ കാണിച്ചു തരാം. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുറ്റവിചാരണ സദസ്സെന്നോ എന്തോ പറഞ്ഞ് കുറച്ച് UDF നേതാക്കള് മൈക്കും കെട്ടി കവലതോറും പ്രസംഗം നടത്തുന്നിട്ട് കഴിഞ്ഞ 30 കൊല്ലത്തെ LDF ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ എന്നാണ് അവരുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ ആ ജാഥയുടെ ക്യാപ്റ്റനായി കൊല്ലത്തിന്റെ MP, വാ തുറന്ന വർഗീയത മാത്രം പ്രസംഗിക്കുന്ന കൊല്ലത്തിന്റെ MP അതിന്റെ ക്യാപ്റ്റനായിട്ട് വരിക. ആ ക്യാപ്റ്റൻ പറയുന്നത്, ആ ക്യാപ്റ്റൻ മുമ്പോട്ട് വയ്ക്കുന്നത് 30 കൊല്ലമായിട്ട് കൊല്ലത്തെ LDF ഭരണകൂടം അഴിമതിയാണ്. ആ അഴിമതി പറയുമ്പോൾ 2014 വരെ ആ MP പാർട്ടി LDF, ആ MP പാർട്ടിക്കാർ അഴിമതിക്കാരാണെന്നാണ് പറയുന്നത്. ആ ഡെപ്യൂട്ടി മേയറായിരുന്ന ഗോപിയണ്ണൻ ഉൾപ്പെടെ പലരും RSPക്കാരെ കുടുംബം ഇന്ന് കൊല്ലത്ത് ജീവിക്കുന്നുണ്ട്. അവരെല്ലാവരും അഴിമതി കാണുന്നതാണ് UDF വാദം. പിന്നെ വേറൊരു കാര്യം, ഈ DYFI കൊടുക്കുന്ന പൊതിച്ചോറിന് വളരെ വികലമായി ആക്ഷേപിച്ച ഇവിടെ ഒരു BJP നേതാവ്, ഈ കൊല്ലത്തെ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ഏറ്റവും മഹനീയമായി നടത്തുന്ന DYFIയുടെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനുള്ള ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തി പൊതിച്ചോറ് നടക്കുക. അതെങ്ങനാ പോയത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയതല്ല. ഒരു ദിവസം പൊതിച്ചോറ് കൊടുക്കാൻ ഈ കേരളത്തിലെ ആശുപത്രികളിൽ ഒരു ദിവസം പൊതിച്ചോറ് കൊടുക്കാൻ ടൂൾസുകൾ എന്തൊക്കെയാ? മൾട്ടി പോവർട്ടി ഡയമണ്ട് ഇൻഡെക്സിൽ ഏത് പ്രകാരമാണ് നിങ്ങൾ ഈ അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കി എന്ന് പറയുന്നത്? അയ്യോ, ഒരു മൈക്കേ ഉള്ളൂ, പൊട്ടിക്കരുത്. അല്ലല്ല, ചേച്ചി ഇരിക്കും. വൈകാരികമായി പ്രതികരിക്കില്ല. അല്ല വൈകാരികാവൻ ദയവായി. അല്ല പ്രസ്താവന ചേച്ചി ചോദിച്ചോളൂ. ആരോട് ചോദിക്കാനുള്ളത്? നിരവധിയായിട്ടുള്ള കണക്കുകൾ ഇവിടെ ഒരു കേന്ദ്ര ഫണ്ടിന്റെ ചോദിച്ചോളൂ. ചേച്ചി ഇവിടെ ചോദിച്ചോളൂ. ആരോട് ചോദിക്കാനുള്ളത്? BJP പ്രതിനിധി. ഇവിടെ കേന്ദ്ര ഫണ്ടിന്റെ നിരവധിയായിട്ടുള്ള കണക്കുകൾ ഇവിടെ വെച്ചു. കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്നതായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇത് വെച്ച് ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം ഇതാണ്, ലൈഫ് മിഷന് പേരിൽ നമ്മൾ ലൈഫ് പദ്ധതി കൊടുക്കുമ്പോഴത്തേക്ക് ലൈഫ് പദ്ധതി വഴി ഭവനങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് കേന്ദ്രം എത്രയാണ് കൊടുക്കുന്നത് അതൊന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാർ എത്രയാണ് കൊടുക്കുന്നതെന്നും കേരളം എത്രയാണ് കൊടുക്കുന്നതെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ. അതായത് കേന്ദ്ര സർക്കാർ എത്ര പൈസ പെൻഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്? കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇവിടെ കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന അമൃത് പദ്ധതി ആയാലും നിങ്ങൾ നടപ്പിലാക്കുന്ന ഓരോ ക്ഷേമ പദ്ധതി ആയാലും, ഒരു വിഷയ സഹോദരി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ എല്ലാം 60% നരേന്ദ്രമോദി സർക്കാരിന്റെയാണ്. ഇനി സംശയം വേണ്ട, 60%, 60% നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ. ഇനി ലൈഫിൽ 2,60,60,000 പറയണേ. പറഞ്ഞുതരാതെ 2,00,000 അതായത് പറയാന്നേ, കേക്ക് സഹോദരി, വൈദ്യുതീകരണം, ശൗചാലയം പണിയാൻ, വീടിന്റെ പറയട്ടെ സഹോദരി, 2,65,000 രൂപ പല വകയിൽ നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഒരു വീടിന് 2,65,000 രൂപ. ചേട്ടാ എന്താ ആരോട് ചോദിക്കാനുള്ള? പറഞ്ഞോ, വേഗം ചോദിച്ചോ. 72,000 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി 4 ലക്ഷം രൂപ ബാക്കി സംസ്ഥാന ഗവൺമെന്റാ കൊടുക്കുന്നത്. കൃത്യമായ കണക്കുണ്ട്. എവിടെ കാണിക്കാമോ? 72,000 ചേട്ടാ, 72,000 രൂപയുടെ കണക്ക് ചേട്ടൻ കാണിക്കാവോ? വെല്ലുവിളിക്കാണ്. കാണിക്കാവോ? ഒന്നുമില്ല, വെറുതെ പോയിട്ടാ. എനിക്ക് ചോദിക്കാനുള്ള ചിന്ത ജെറോമിനോടാണ്. ഹലോ, ഒരു മിനിറ്റ്. എനിക്ക് ചോദിക്കാനുള്ള ചിന്ത ജെറോമിനോടാണ്. മാഡം, എനിക്കറിയൂടെ മിസ്സാണോ മിസ്സസ് ആണോ നിങ്ങൾ യുവജന കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ടിരുന്ന്
ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി. നിങ്ങളുടെ ആ സമയത്ത് ഒരു 14 യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് വന്ന് അതിനെപ്പറ്റി ഒന്ന് നടപ്പിലാക്കണം. ഇന്ന് വരെ ഒരു ചൊട്ട് വിരൽ അനക്കിയിട്ടില്ല മാഡം. യു ഹാവ് ഫെയിൽഡ് ഓൺ ഓൾ ഫ്രണ്ട്സ് ഓൺ ദാറ്റ്. യു ഹാവ് കേട്ടില്ല, അവർ കേട്ടില്ല. യു ഹാവ് ഫെയിൽഡ് ഓൺ ഓൾ ഫ്രണ്ട്സ്. ഈ പറയുന്ന ഒന്നും മുഖവിലേക്ക് എടുക്കും. മറുപടി വേഗം ചോദിച്ചോളൂ. 14 യുവജനക്ഷേമ കാര്യ സമിതി റിപ്പോർട്ട് നിങ്ങൾ മാഡം ഇതേണ്ട ഈ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അത് നടപ്പിലാക്കണം. എന്തോ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് പഠിക്കാൻ വേണ്ടി PSCക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നിയമസഭ വെച്ചതാണ്. അത് യു മസ്റ്റ് ബി നോയിങ് ഇറ്റ്. എന്നിട്ട് ഇന്ന് വരെ ഒരു ചെറുപേരിൽ അണക്കിയിട്ടില്ല. 10 വർഷം ആവാൻ പോകുന്നു. വാട്ട് എവർ യു ആർ സേ ഐ ആം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഫോർ ഇറ്റ്സ് ക്ലിയർ. പറഞ്ഞോളൂ. അല്ല, അദ്ദേഹം അടിസ്ഥാനരഹിതമായി എനിക്ക് തോന്നി ഈ മാധ്യമങ്ങളിലൊക്കെ പടച്ചുവിടുന്ന കള്ളപ്രചരണങ്ങൾക്ക് വിധേയമായി എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ പറയുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം മൂലം നിയമസഭ നിലവിൽ കൊണ്ടുവന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയ ഫോറമാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. It is a defamation because I am a public interest litigant and I know it very well. ഞാൻ അപമാനിച്ചത്. താങ്കൾ എന്നെയാണ് അപമാനിച്ചത്. താങ്കൾക്ക് കിട്ടിയ വിവരം തെറ്റാണ് എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുകയാണ്. 1 ലക്ഷം വേണമെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയ ആളാണ്. അത് തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇന്ന് വരെ ഒരു ചെറിയ വിരൽ അടക്കിയിട്ടില്ല. എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? അല്ല, അവർ ചർച്ചയ്ക്ക് വരുന്നല്ലേ? ഒരു സഹോദരിയെ, ഒരു വിലപ്പെട്ട സംശയം. എന്തിയ സഹോദരി? കൊല്ലം കോർപ്പറേഷൻ കൊടുത്ത പൈസ ആവാസ് യോജന 219 കോടി രൂപ. 219 കോടി രൂപ വിവരാവകാശം. നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി ആണ് വിവരാവകാശം. ചോദിച്ചോ. ആരോട് ചോദിക്കാനുള്ളത്? ആരോടുമല്ല, ഞാനൊരു സാധാരണക്കാരിയുടെ ചോദ്യം. ചോദിച്ചോളൂ. പിന്നെ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഈ ആവാസ് അതിന്റെ ഉൾഭാവം എന്ന് പറയുന്നത് ഈ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് EMS. ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിന് വേണ്ടി നിർത്തും. അതിന്റെ ഉത്ഭവം EMS ഭവന പദ്ധതി എന്നാണ്. പേര് മാറ്റി ഇട്ടത് കൊണ്ട് അതിന്റെ ഉത്ഭവം നിങ്ങളായിട്ട് സൃഷ്ടിച്ചായിട്ട് വരില്ല. ശരി. എന്റെ പൊന്നു സഹോദരി, ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉണ്ടായിരുന്നത് അത് നിങ്ങൾ പറയാൻ അംഗീകരിക്കണം. EMS എന്നാണ് സഹോദരി കേന്ദ്രം ഭരിച്ചത്. നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. ഇപ്പൊ ആകെ ഇവിടെ ഉള്ളു. കന്നഡ തരി ബീഹാറിലും കെട്ടു, കന്നഡ തരി കെട്ടു. രാജ്യം ഭരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് EMSന്റെ പേര് കേന്ദ്രത്തിൽ വരുന്നത്? 9-ാം തീയതി എന്ത് സംഭവിക്കും? കോൺഗ്രസിന് എന്ത് സംഭവിക്കും? UDF എന്ത് സംഭവിക്കും? കോൺഗ്രസ് വളരെ ശക്തിയായി കൊല്ലത്ത് തിരിച്ചു വരും. കൊല്ലം മാറും. കൊല്ലത്തെ മാറ്റും. ഇക്കൊല്ലവും കൊല്ലം മാറും. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കൊല്ലം ഭരണത്തിലെത്തും. ഡിസംബർ മാസം 13-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 9-ാം തീയതി വോട്ട് ചെയ്യണം. 13-ാം തീയതി റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വരുന്ന ദിവസം ഇവിടെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ കോർപ്പറേഷൻ ഭരിക്കും. ഒരു സംശയം വേണ്ട. എന്ത് സംഭവിക്കും? നിലനിർത്തുമോ? തുടരുമോ? ഒരു സംശയവുമില്ല. LDF തുടരും, നാട് വളരും. എന്തായാലും കൊല്ലത്തിന്റെ രാഷ്ട്രീയ പോര് ഈ വിധം കാണുന്നത് പോലെ ചൂടേറി തന്നെ തുടരുകയാണ്. പവർ പഞ്ചായത്ത് അടുത്ത ശനിയാഴ്ച മറ്റൊരു നഗരസഭയിൽ ചേരും. ഗുഡ് നൈറ്റ്.